ഹിരണ്യകശിപു എന്ന അസുരൻ ബ്രഹ്മദേവനിൽ നിന്ന് ഒരു അതിശക്തമായ വരം നേടി. ആ വരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനും മൃഗത്തിനും അവനെ കൊല്ലാൻ കഴിയില്ല, ഭൂമിയിലും ആകാശത്തിലും മരണം സംഭവിക്കില്ല, ആയുധം ഉപയോഗിച്ചും കൊല്ലാൻ സാധിക്കില്ല. ഈ വരം ലഭിച്ചതിനുശേഷം ഹിരണ്യകശിപു വളരെ അഹങ്കാരിയായി മാറി. അവൻ ദൈവത്തെ നിന്ദിച്ച് സ്വയം ദൈവമാണ് എന്ന് കരുതി. പക്ഷേ അവന്റെ മകനായ പ്രഹ്ലാദൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു. അതുകൊണ്ട് ഹിരണ്യകശിപു തന്റെ മകനെ പലവിധത്തിലായി കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമങ്ങൾ എല്ലാം പരാജയപ്പെട്ടു. ഒരു ദിവസം ഹിരണ്യകശിപു പ്രഹ്ലാദിനോട് ചോദിച്ചു, നിന്റെ വിഷ്ണു എവിടെയാണ്? ഈ തൂണിലാണോ? പ്രഹ്ലാദൻ ശാന്തമായി ഉത്തരം പറഞ്ഞു, അതെ, അദ്ദേഹം തൂണിലും തുരുമ്പിലും എല്ലായിടത്തുമുണ്ട്. ഹിരണ്യകശിപു തൂൺ അടിച്ചു പൊട്ടിച്ചു. അതിൽ നിന്ന് മനുഷ്യന്റെ ശരീരവും സിംഹത്തിന്റെ തലയും ഉള്ള ഒരു ഭീകരരൂപം പുറത്തുവന്നു. അതാണ് നരസിംഹം, വിഷ്ണുവിന്റെ 4ാമത്തെ അവതാരം. നരസിംഹം ഹിരണ്യകശിപുവിനെ മടിയിൽ ഇരുത്തി സന്ധ്യാകാലത്ത്, പകലും രാത്രിയും അല്ലാത്ത സമയം തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിലും ആകാശത്തിലും അല്ലാത്തിടത്ത് ആയുധമല്ലാത്ത നഖങ്ങൾ കൊണ്ട് അവന്റെ നെഞ്ച് കീറിക്കൊന്നു.